ഹായ്, ഞാൻ ജോയൽ. ഞാനൊരു പ്രോജക്റ്റ് കാണിക്കാൻ വേണ്ടി വന്നതാണ്. നിങ്ങൾക്ക് ഈ പ്രോജക്റ്റ് നിങ്ങളുടെ ബിടെക്കിൽ S6 മിനി പ്രോജക്റ്റായിട്ടൊക്കെ വെക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു നിഗമനം. എൻ്റെ പ്രോജക്റ്റിൻ്റെ പേരെന്ന് വെച്ചാൽ സ്റ്റുഡൻസിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട്, ആ കുട്ടി ആ എക്സാമിന് പാസ്സാവോ ഇല്ലയോ എന്നുള്ളത് ഈ പ്രോജക്റ്റ് വെച്ച് കണ്ടുപിടിക്കാം. ഫ്രം ദ കാൽക്കുലേഷൻ വെച്ചിട്ട്, അതായത് സീരിയസ് എക്സാം 1ൻ്റെ എക്സാം, സീരിയസ് എക്സാം 2ൻ്റെ എക്സാം, പിന്നെ ഓപ്പൺ ടെസ്റ്റ്, ഇതെല്ലാം വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് നമ്മുടെ പെർഫോമൻസ് വെച്ച് നമുക്ക് അറിയാൻ പറ്റും എത്രത്തോളം ആ കുട്ടി ജയിക്കാൻ ചാൻസ് ഉണ്ട് ഇല്ലയോ എന്നുള്ളത്. അപ്പം ഞാൻ വേണം ജസ്റ്റ് ഒന്ന് ഡെമോ കാണിച്ചു തരാം. ഓക്കെ, ഇപ്പം ഇതിപ്പോൾ ഒരു സൈനപ്പ് പേജ്, അത് നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ, സൈനിന്. ഇപ്പോൾ ഇഫ് ഇൻ കേസ് എൻ്റെ പേര് ജോയൽ. ഞാനിപ്പോൾ ഒരു ടീച്ചറാണ്. ടീച്ചറിന് ഒരു അക്കൗണ്ട് വേണമല്ലോ, joel@gmail.com. ജോയൽ. അപ്പോൾ എൻ്റെ യൂസർ നെയിമും പാസ്വേഡും അതായതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി അത് വരും. സൈൻ ഇൻ ചെയ്തു. ഇപ്പോൾ ഞാനിപ്പോൾ S6 ഞാനൊരു സബ്ജക്റ്റ്, ഞാൻ പല സബ്ജക്റ്റ് പഠിപ്പിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ഒരു എക്സാമ്പിളായിട്ട് ഒരു സബ്ജക്റ്റ് S6 ആഡ് അൽഗോരിതം അനാലിസിസ് ആൻഡ് ഡിസൈൻ, എനിക്ക് സപ്ലിയുള്ള വിഷയം അത്. ആഡ് അറിയാമല്ലോ, ഞാൻ ഷോർട്ട് ഫോമേ കൊടുക്കുന്നുള്ളൂ കേട്ടോ. വേറൊരു വിഷയം, വേറെ ഏതാ ഉള്ള, കമ്പൈലർ ഡിസൈനർ, കമ്പൈലർ ഞാനിപ്പോൾ രണ്ട് വിഷയം ഉണ്ടെന്ന് വിചാരിച്ചു. അപ്പം വ്യൂ സ്റ്റുഡൻസിൽ പോയി ആഡിൻ്റെ അകത്ത് ഞാനിപ്പം ഒരു സ്റ്റുഡൻറ്റ് അലൻ, റോൾ നമ്പർ 1. ഇതിൽ ചെറിയൊരു ബഗ്ഗുണ്ട് കേട്ടോ, അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഒരു പ്രശ്നമുണ്ട്. ഇപ്പം ഇമേജ് ഓപ്ഷനല്ല, സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യുക, പേര്, റോൾ നമ്പർ. എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ പിന്നെ മാറ്റിത്തരാം. ഇപ്പോൾ പെർഫോമൻസ് ഇവിടെ കുറച്ച്, ഇപ്പോൾ ഓപ്പൺ ടെസ്റ്റ് ചിലപ്പോൾ ചില കോളേജിലൊക്കെ 20-ലായിരിക്കും, 30-ലായിരിക്കും, 50-ലായിരിക്കും, ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പോൾ 20-ൽ എനിക്ക് അലന് ഇപ്പോൾ കിട്ടിയത് 10 മാർക്ക്. സീരിയസ് എക്സാം 1 40-ലാണെന്നാണ് എൻ്റെ നിഗമനം. 40 കിട്ടിയെന്ന് വിചാരിച്ചു സീരിയസ് എക്സാമിന്. എത്ര മാർക്കിൽ? 40-ൽ. ഇത് ആദ്യത്തെ കോളം എത്ര മാർക്ക് കിട്ടിയെന്നുള്ളതും, രണ്ടാമത്തെ കോളം എത്ര മാർക്ക് മാക്സിമം കിട്ടാൻ പറ്റും എന്നുള്ളതും. സീരിയസ് എക്സാം 2-ലും 40 കിട്ടിയെന്ന് വിചാരിച്ചു. പെർഫോമൻസ് സേവ് ഒരുത്തന്നെയും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ ഒരാളുടെ മാത്രം പോരെ തൽക്കാലം. ഓക്കെ, അപ്പം വ്യൂ പെർഫോമൻസ്. ഇപ്പം അലൻ്റെ പെർഫോമൻസ് ആണ് ഇപ്പോൾ കാണുന്നത് 75% വരെ ജയിക്കാൻ ചാൻസ് ഉണ്ട്, അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. വേറൊരു കുട്ടിയുടെ ആഡ് ചെയ്യണമെങ്കിൽ തന്നെ, അലൻ്റെ എഡിറ്റ് ചെയ്യാൻ ഒരാളുടെ ആഡ് ചെയ്യണമെങ്കിൽ പിന്നെ ഇത് ഞെക്കുക, സെയിം റോൾ നമ്പർ ഒക്കത്തില്ല കേട്ടോ. ഇപ്പോൾ 1 ഞെക്കിക്കഴിഞ്ഞാൽ എറർ വരും. അത് ഞാൻ മാറ്റിത്തരാം. അത് ഓൾറെഡി അത് കറക്റ്റാണോ, ഒരു റോൾ നമ്പർ ഒരു സ്റ്റുഡൻറ്റിനെ പറ്റത്തുള്ളൂ. അപ്പോൾ 1 കൊടുത്ത് വർക്കാകത്തില്ല, എറർ വരും. അത് ഞാൻ മാറ്റി എന്തെങ്കിലും ഒരു ഇതാക്കാം. ഇപ്പോൾ റോൾ നമ്പർ 2 അഫ്സലിൻ്റെ കുറിപ്പ് 100 അല്ല 20. സേവ് പെർഫോമൻസ്. എല്ലാത്തിനും ഫുൾ മാർക്ക്. അഫ്സലിന് ഇപ്പോൾ ഫുൾ മാർക്ക് കിട്ടുമെന്ന് വിചാരിച്ചു. അപ്പോൾ അഫ്സലിൻ്റെ എന്തോ കാണിക്കുന്നത് 100%. സോ ബേസിക്കലി ഇങ്ങനെയൊക്കെയാണ്. വേണമെങ്കിൽ ഇത് മാർക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ചിലപ്പം റീടെസ്റ്റ് ഒക്കെ ഇടുമ്പം നമുക്ക് വേണമെങ്കിൽ എന്തോ പറയുക,
ഇപ്പം ഒരാളുടെ ഇപ്പോൾ അലൻ്റെ ഇപ്പോൾ എഡിറ്റ് ചെയ്യുമ്പം അലനിപ്പം ഓപ്പൺ ടെസ്റ്റ് കൊടുത്തപ്പോൾ 20 കിട്ടി സേവ് പെർഫോമൻസ്. പിന്നെ കംപ്ലീറ്റ് ആക്കിയില്ലെന്ന്, അതാണ് ചിലയിടത്തൊക്കെ UI ഒക്കെ ഔട്ട്ഡേറ്റഡ് ആയിട്ട് വന്ന് 100 അത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് സബ്ജക്റ്റൊക്കെ ആഡ് ചെയ്യാം പറഞ്ഞ പോലെ. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും ഞാൻ. പിന്നെ ഇതൊക്കെ കുറച്ചൊക്കെ ChatGPT എടുത്തിട്ടുണ്ട് കേട്ടോ. അത്രയേ ഉള്ളൂ. താങ്ക് യു. വേണമെങ്കിൽ പ്രോജക്റ്റൊക്കെ ഞാൻ അയച്ചു തരാം, ചെറിയ പേയ്മെൻറ്റൊക്കെ കിട്ടിയാൽ മതി. 500